Hi friends, welcome to the new episode of Comic Mojo. ജസ്റ്റിസ് ലീഗ് ഡാർക്ക് അപ്പോക്കലിപ്സ് വാർ എന്ന ആനിമേറ്റഡ് മൂവി ഇറങ്ങി വരും നിങ്ങളെല്ലാം പറഞ്ഞു കാണും. ഇത്രയും കാലം തന്നെ DC ആനിമേറ്റഡ് മൂവീസ് കൊണ്ടുവന്ന എക്സ്പെക്റ്റേഷനുകളും ഹൈപ്പുകളും ഒരുപോലെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ടാണ് നല്ലൊരു എൻഡിംഗ് ആണ് ഈ മൂവി നൽകിയിരിക്കുന്നത്. എൻഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമായിരിക്കും. എൻഡിംഗ് എന്ന് പറയാൻ കാരണം തന്നെ ഈ ആനിമേറ്റഡ് മൂവി ഇറങ്ങുന്നതിന് മുമ്പ് 14 പടങ്ങൾ DC ആനിമേറ്റഡ് മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്ലാഷ് പോയിന്റ് പാരഡോക്സിൽ ആരംഭിച്ച് ഇപ്പോൾ ഈ അപ്പോക്കലിപ്സ് വാറിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. ഈ എല്ലാ പടത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത് തന്നെ ആരംഭിച്ചിടത്ത് തന്നെ അവസാനിക്കുക എന്നാണ്. ആദ്യത്തെ പടത്തിൽ ആരംഭിച്ചിടത്ത് തന്നെയാണ് അവസാനത്തെ പടത്തിൽ അവസാനിക്കുന്നത്. ഈ മൂവി റിവ്യൂവിൽ ഒരുപാട് സ്പോയിലർ അലേർട്ടുകളുണ്ട്. ഇനി മുന്നോട്ടുള്ള വീഡിയോയുടെ ഭാഗങ്ങൾ നിങ്ങളുടെ റിസ്കിൽ തന്നെ കാണുക. അപ്പോൾ ഈ അപ്പോക്കലിപ്സ് വാർ എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞ 14 പടത്തിന് നല്ലൊരു എൻഡിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുമാത്രമല്ല മെയിൻ വില്ലനായിട്ടുള്ള ഡാർക്ക് സൈഡ് എന്തുമാത്രം പവർഫുള്ളും അപകടകാരിയുമാണെന്ന് ഈ മൂവി നമ്മളെ കാണിക്കുന്നു. സത്യം പറഞ്ഞാൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എങ്ങനെയാണോ താനോസിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നത് അതുപോലെ തന്നെയാണ് ആനിമേഷൻ മൂവീസിൽ ഡാർക്ക് സൈഡിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് DC വന്നിരിക്കുന്നത്. ഈ പടം കാണുന്നവർക്കുള്ള മറ്റൊരു സംശയമാണ് എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു മൂവി DC എക്സ്റ്റൻഡഡ് മൂവീസിൽ കൊണ്ടുവരാത്തത് എന്നുള്ളത്. വണ്ടർ വുമൺ ബ്ലഡ് ലൈനും ബാറ്റ്മാൻ ഹഷിനും ശേഷമാണ് ഈ പടം റിലീസായിരിക്കുന്നത്. മാർവൽ എൻഡ് ഗെയിം കൊള്ളുന്നത് പോലെ DC ആനിമേറ്റഡ് മൂവീസിൻ്റെ ഒരു എൻഡിംഗ് ആയിട്ട് നമുക്ക് ഈ മൂവീസിനെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഈ DC മൂവീസ് എല്ലാം തന്നെ ന്യൂ 52 സീരീസ് പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പണിങ്ങിൽ തന്നെ ഡാർക്ക് സൈഡ് ഭൂമി അറ്റാക്ക് ചെയ്യാൻ വരുന്ന കാര്യം ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സ് എല്ലാം അറിയുകയും ഡാർക്ക് സൈഡിനെ എർത്തിൽ വെച്ച് അറ്റാക്ക് ചെയ്യാതെ അവൻ്റെ സ്ഥലത്ത് പോയി അറ്റാക്ക് ചെയ്യാനായിട്ട് ഇവർ പ്ലാൻ ചെയ്യുകയും അപ്പോക്കലിപ്സിലോട്ട് എല്ലാവരും പോവുകയും ചെയ്തു. പക്ഷേ ഇതൊരു ട്രാപ്പാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. താനോസിന് ഇവരുടെ പ്ലാനുകളെ കുറിച്ചെല്ലാം നേരത്തെ അറിയാമായിരുന്നു. മാത്രമല്ല പാരാഡീമൻസിനെ എല്ലാം തന്നെ ഡാർക്ക് സൈഡ് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് സൂപ്പർമാൻ്റെ ബ്ലഡ് ലൈൻ കൊണ്ട് പാരാഡൂംസ് ആക്കി മാറ്റിയിരുന്നു. പാരാഡൂംസ് എന്ന് പറയുന്നത് ഒരു ഹാഫ് ഡൂംസ്റ്റയുടെ പവറോളമുണ്ട്. ഈ പാരാഡൂംസിൻ്റെ മുമ്പിൽ പിടിച്ചു വെക്കാനായിട്ട് നമ്മുടെ സൂപ്പർ ഹീറോസ് എല്ലാം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കൂടാതെ അതിനിടയ്ക്ക് തന്നെ ഡാർക്ക് സൈഡിൻ്റെ ഒമേഗ ബീംസിൻ്റെ പവർ അറ്റാക്കും ചെയ്യുന്നു. അങ്ങനെ സൂപ്പർ ഹീറോസ് ടീം തോൽക്കുന്നു. അതും വളരെ നിഷ്ഠൂരമായ രീതിയിലാണ് തോൽക്കുന്നത്. ഈ മൂവി ഒരു R-rated മൂവി എന്ന് പരിഗണിക്കാം. കാരണം ബ്ലഡ് ചീറ്റുന്നതൊക്കെ വയലൻസുമായിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ ഈ മൂവിയിലുണ്ട്. ഒരു പടം എത്രത്തോളം എഫക്റ്റീവായിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളം തന്നെ എഫക്റ്റീവായിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോയവരെ എല്ലാം ഡാർക്ക് സൈഡ് ഡിഫീറ്റ് ചെയ്യുന്നു. മാത്രമല്ല പകുതിയോളം സൂപ്പർ ഹീറോസിനെ കൊല്ലുകയും മിച്ചമുള്ള പകുതിയോളം സൂപ്പർ ഹീറോസിനെ അടിമകളാക്കുകയും ചെയ്യുന്നു. ഇൻക്ലൂഡിങ് നമ്മുടെ ബാറ്റ്മാൻ, വണ്ടർ വുമൺ. ചില സൂപ്പർ ഹീറോസ് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും രക്ഷപ്പെടുന്നവരെല്ലാം തന്നെ നല്ല രീതിയിൽ ഇഞ്ചേർഡ് ആകുകയും ചെയ്യുന്നതായി നമുക്ക് മൂവിയിൽ കാണാൻ സാധിക്കുന്നു. ഇൻക്ലൂഡിങ് സൂപ്പർമാൻ്റെ ശരീരത്തിൽ ലിക്വിഡ് ക്രിപ്റ്റോണൈറ്റ് കുത്തിവെക്കുകയും സൂപ്പർമാനെ ഒരു പവറും ഇല്ലാത്ത രീതിയിലോട്ട് മാറ്റിയെടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പല സൂപ്പർ ഹീറോസ് മരിക്കുകയും അതിൽ രക്ഷപ്പെട്ട സൂപ്പർ ഹീറോസ് ഭൂമിയിൽ തിരിച്ചെത്തുകയും ചെയ്തതിനു ശേഷം 2 വർഷത്തിന് ശേഷമുള്ള കഥയാണ് പിന്നീട് നടക്കുന്നത്. അടിമയായതിനു ശേഷം ബാറ്റ്മാൻ മോർബി സ്റ്റാറിന്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് ഡാർക്ക് സൈഡിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുകയാണ്. ഡാർക്ക് സൈഡ് ബാറ്റ്മാനെ കൊണ്ട് ലെക്സ് ലൂതറിന്റെ സഹായത്തോടു കൂടി എർത്തിന്റെ മോൾട്ടൺ കോറിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് അപ്പോക്കലിപ്സ് പ്ലാന്റിനെ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുന്നു. അതുമാത്രമല്ല ഡാർക്ക് സൈഡ് ഓരോ ലോകങ്ങളും പോയി നശിപ്പിക്കുന്നു. ഡാർക്ക് സൈഡ് വളരെ പവർഫുള്ളും ദുഷ്ടനുമായൊരു വില്ലനാണെന്ന് കാണിക്കാൻ തന്നെ ഗ്രീൻ ലാന്റേൺ കോർപ്സിന്റെ ലോകം നശിപ്പിക്കുകയും ചെയ്യുന്നു. ഗ്രീൻ ലാന്റേണിന് വലിയ ഇമ്പോർട്ടൻസ് ഈ പടത്തിൽ കൊടുക്കുന്നില്ല. അതിനുള്ള കാരണം ഈ പടത്തിൽ തന്നെ ഡാർക്ക് സൈഡ് പറയുന്നുണ്ട്. പിന്നീട് 2 വർഷത്തിന് ശേഷം ഭൂമിയിൽ ഒരു ചെറിയ ടീം രൂപപ്പെടുന്നു. സൂപ്പർമാൻ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. സൂപ്പർമാൻ ഇപ്പോൾ പഴയതുപോലെ സൂപ്പർ പവർ ഒന്നുമില്ല. പിന്നീട് സൂയിസൈഡ് സ്ക്വാഡും ഈ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. ടീൻ ടൈറ്റൻസിൽ 2 മെമ്പേഴ്സ് മാത്രമേ മരിക്കാതിരുന്നുള്ളൂ. ഒന്ന് റോബിനും റേവനും. റോബിൻ എന്ന് പറയുമ്പോൾ ഒരുപാട് റോബിൻ ഉണ്ടെന്ന് അറിയാം. ഈ പറയുന്ന റോബിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൂസ് വെയിൻ, അതായത് ബാറ്റ്മാൻ്റെ മകനായിട്ടുള്ള റോബിൻ്റെ കാര്യമാണ്. തുടർന്ന് ഇവരെല്ലാം കൂടി ചേർന്ന് അപ്പോക്കലിപ്സിലോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയും ലെക്സ് ലൂതർ ഇവർക്ക് സഹായം ചെയ്യുകയും ചെയ്യുന്നു. ലെക്സ് ലൂതർ സത്യം പറഞ്ഞാൽ ഡബിൾ ഗെയിം കളിക്കുന്ന പോലെയാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. പക്ഷേ ഇത് ബാറ്റ്മാൻ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. കാരണം ബാറ്റ്മാൻ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ളും തന്നെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റും കൂടാതെ പഴയൊരു പാസ്റ്റിനെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെയും സെക്കൻഡ് ഹാഫ് ഫുള്ളും ആക്ഷൻ സീൻസ് ആണ്. ആക്ഷൻ സീൻസ് എന്ന് ഫുള്ള് പറയുകയാണെങ്കിൽ തന്നെയും ഇടയ്ക്ക് മറ്റ് എലമെൻസും ആഡ് ചെയ്യാൻ മറന്നുപോയിട്ടില്ല. ഒരുപാട് കപ്പിൾ സെൻറ്റിമെൻറ്റ്സ് നമുക്ക് ഈ മൂവിയിൽ കാണാൻ സാധിക്കുന്നു. സൂപ്പർമാൻ, ലൂയിസ്, അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നു. കൂടാതെ നമ്മുടെ റോബിൻ, റേവൻ തുടങ്ങിയ ഒരു സീക്വൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. എമോഷണൽ ആയിട്ടുള്ള പല സീക്വൻസാണ് ഇത് കൂടുതലായിട്ടുള്ളത്.
കൂടാതെ ഒരുപാട് അച്ഛൻ മകൻ സെന്റിമെന്റ്സ് നമുക്ക് ഈ മൂവി കാണാൻ സാധിക്കുന്നു. അതായത് ബ്രൂസ് വെയിൻ മകൻ ഡേവിഡ് വെയിൻ അതായത് റോബിനുമായിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. കൂടാതെ റേവന്റെ ഉള്ളിൽ ട്രൈഗോൺ എന്ന് പറഞ്ഞൊരു ഡീമൻ ഒളിച്ചിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഡീമനെ ഏറ്റവും അവസാനം അവളുടെ അച്ഛൻ എന്ന രീതിയിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. താൻ എത്ര വില്ലനായിരുന്നാലും തൻ്റെ മകളെ രക്ഷിക്കുമെന്ന് ഉള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ട്രൈഗൺ പുറത്തിറങ്ങുകയും അവസാനം റേവന് വേണ്ടിയിട്ട് ഡാർക്ക്സൈഡിനോട് ഏറ്റുമുട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ പടത്തിൽ എല്ലാ സൂപ്പർ ഹീറോസും ഉണ്ടെങ്കിൽ തന്നെയും മെയിനായിട്ട് 4 സൂപ്പർ ഹീറോസിനെയാണ് ഈ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സൂപ്പർമാൻ, റേവൻ, റോബിൻ അതായത് ഡേവിഡ് വെയിൻ, കൂടാതെ ജോൺ കാസ്റ്റ്രൈൻ. യഥാർത്ഥത്തിൽ ഈ മൂവിയെല്ലാം ആരംഭിച്ചത് തന്നെ ഈ മൂവി സീരീസിന്റെ ആദ്യ പടത്തിൽ നിന്ന് തന്നെയാണ്. ഫ്ലാഷ് പോയിന്റ് പാരഡോക്സിൽ ഫ്ലാഷിന് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് മൂലമാണ് ഈ ന്യൂ 52 എന്ന് പറയുന്ന സീരീസ് ഉളവാകുന്നത് തന്നെ. കൂടാതെ സൂപ്പർ ഹീറോസിൽ വരുന്ന മാറ്റവും അതുകൊണ്ട് തന്നെയാണ് ഈ പടത്തിന്റെ അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്ന ഫ്ലാഷ് റിവേഴ്സിൽ തിരിച്ചു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ജസ്റ്റിസ് ലീഗ് ഡാർക്ക് അപ്പോക്കലിപ്സ് വാർ എങ്ങനെയുണ്ട്? അതിന്റെ റിവ്യൂ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സിവിൽ വാർ കോമിക് എഡിഷൻ ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളത് ആഗ്രഹിക്കുന്നെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. എൻ്റെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്.